ഹലോ ഓൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു മൂവി കണ്ടിരുന്ന സമയത്ത് അതിൽ സേമിയ പായസം കുടിക്കുന്ന ഒരു സീന് വന്നു. അപ്പോൾ തന്നെ പായസം കുടിക്കണം എന്നുള്ളൊരു ആഗ്രഹം തുടങ്ങി. എന്നാൽ പിന്നെ ഉണ്ടാക്കിയാലോ എന്ന് കരുതിയിട്ട് വേഗം ആ മൂവിയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും നേരെ കിച്ചണിലേക്ക് വന്നു. കിച്ചണിലേക്ക് വന്ന സമയത്താണ് സേമിയ ഇല്ല ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ റവ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അത് വെച്ചാവാന്ന് കരുതി അങ്ങനെ നമ്മൾ റവ വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ തരിക്കഞ്ഞി എന്നാണ് കേട്ടോ പറയുന്നത്. ഇത് നമ്മൾ നോമ്പ് സമയത്തൊക്കെയാണ് കൂടുതലായിട്ടും ഉണ്ടാക്കാറ്. ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്ത് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്ത ശേഷം ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. ഇടാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരു തോന്നലാണ് പഞ്ചസാരയല്ലേ മധുരമല്ലേ വേണ്ടത്, എന്തിനാ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ അങ്ങനെയായിരുന്നു. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആകെ തരിക്കഞ്ഞി ആയാലും പായസമായാലും എല്ലാം കുളമായി പോകും. വെറുതെ എന്തിനാ അവർ പറയുന്നത് കേട്ട് ഉപ്പിട്ട് കൊടുക്കുന്നതൊക്കെ തോന്നിയതാണ്. പക്ഷേ അത് ഇട്ടപ്പോഴാണ് അതിൻ്റെ രുചി കുറച്ചുകൂടി കൂടുതലാണെന്ന് അറിഞ്ഞത്. ഉപ്പിട്ട് കൊടുത്തപ്പോഴാണ് കേട്ടോ എല്ലാവരും അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞതും അതുകൊണ്ടാണ്. അതിന് മുന്നേ പഞ്ചസാര മാത്രം ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ സാധാരണ ഒരു പായസം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. മധുരം കുറച്ച് കുറവായിരുന്നു. വീണ്ടും കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ ഗ്ലാസ് ആണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി റവ. ഒരു ഗ്ലാസ്സിന് 1 ടീസ്പൂൺ വെച്ചിട്ട്, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ വെച്ചിട്ട് ഒരു ഗ്ലാസ്സിന് 1 ടീസ്പൂൺ, അതാണ് അതിൻ്റെ അളവ്. ഇതിലൊരു വലിയ ഗ്ലാസ്സിന് 3 ഗ്ലാസ് പാലുണ്ടായിരുന്നു. അതുകൂടി ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് ഇത് വേകുന്നവരെ വെയിറ്റ് ചെയ്യാം. വേകാൻ അധികം ടൈമൊന്നും വേണ്ട കേട്ടോ, അത് തന്നെ മതി. അത്രയും പെട്ടെന്ന് വേകുന്നതാണ് റവ. ഒന്ന് ഇളക്കി കഴിയുമ്പോഴേക്കും തന്നെ അത് അത്യാവശ്യം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. മുകൾ ഭാഗത്ത് കുറച്ച് പാലോട് കൂടി നിൽക്കും. അടിഭാഗത്ത് കണ്ടോ റവ ഈ ലെവലിലായിരിക്കും. ഒരുപാട് ടൈറ്റ് ആക്കരുത്. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ റവ ഇട്ട് കൂടിപ്പോകുമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചിട്ട ശേഷം അതൊന്ന് കറക്റ്റ് ആയാൽ മാത്രം ഓക്കെ. അല്ലെങ്കിൽ ആ ടൈമിൽ കുറച്ചുകൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ചൂടാക്കി എടുത്താൽ മതി. റവ വെന്ത് കഴിഞ്ഞ ശേഷം അത് മാറ്റി വെച്ച ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്ത് ചെറിയുള്ളി പൊടി പൊടിയായി അരിഞ്ഞത് അതുകൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇത് വാട്ടിയെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൽ നമുക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഇതൊക്കെ നമുക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. ആദ്യം അത് ഇട്ട് കൊടുത്ത ശേഷം മാറ്റി വെച്ച് ചെറിയുള്ളി ഒന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് അവസാനം അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അത് നല്ലതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട് കളറ്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന റവ വേവിച്ചില്ലേ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ തട്ടിക്കൂട്ടി പായസം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും എനിക്ക് സേമിയ പായസം ഉണ്ടാക്കുന്നതിനേക്കാൾ രുചിയായിട്ട് തോന്നിയിരിക്കുന്നത് ഇതാണ്. നമുക്ക് സേമിയ പായസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് കുറച്ച് ലൂസായി പോയെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ റവയൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി കട്ടിയായിക്കോളും. ഇത് നമ്മുടെ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഓൾ, ബൈ.